നമ്മുടെ കഴുത്തിൽ നിന്ന് കയ്യിലോട്ട് വരുന്ന വേദന, തരിപ്പ് എന്ന സെർവൈക്കൽ റെഡിക്കുലോപ്പതി എന്ന അസുഖത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പോസ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന്. അപ്പോൾ പോസ്റ്റർ കറക്ഷൻ വഴി നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് അസുഖമുള്ളവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കഴുത്തിന്, നമ്മുടെ വെർട്ടിബ്രയ്ക്കൊക്കെ ഒരു വളവുണ്ട്, കണ്ടോ കഴുത്തിൽ ഇങ്ങനെ ഒരു വളവില്ലേ. അപ്പോൾ ഈ വളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഒരുപാട് ഇങ്ങനെ കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ വളവ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് കഴുത്ത് ഇങ്ങനെ വെച്ചിരിക്കല്ലേ, അപ്പോൾ അവിടുത്തെ മസിലിനും ഡിസ്കിനൊക്കെ ഒരുപാട് സ്ട്രെയിൻ കൂടും. അത് നിങ്ങളുടെ കഴുത്ത് വേദനയും ഡിസ്ക് പ്രൊലാപ്സും ഒക്കെ കൂടാൻ കാരണമാകും. പിന്നെ നമ്മൾ വലിയ തലവണ വെക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ കഴുത്ത് വീണ്ടും ആകും. രാത്രി മുഴുവൻ അങ്ങനെ വലിയ തലവണ വെച്ച് കിടന്നാൽ ഇങ്ങനെയാവും. കഴുത്തൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മേലെ കഴുത്ത് ഇങ്ങനെയായാലും പ്രശ്നം തന്നെയാണ്. മേലെ എന്തെങ്കിലും പെയിൻറ്റ് വർക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. വീട്ടമ്മമാർ അടുക്കളയിലൊക്കെ കുറേ നേരം ഇങ്ങനെ തല കുനിച്ചിന്ന് ജോലി ചെയ്യുന്നതും പ്രശ്നം തന്നെയാണ്. ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ബുക്ക് അതൊക്കെ ഡിസ്കിലേക്കുള്ള സ്ട്രെയിൻ കൂട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്കിന് നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് അവരുടേതായിട്ടൊരു പൊസിഷൻ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്താൽ അതിൻ്റെ ചുറ്റിലുള്ള മസിലുകൾക്കും ഡിസ്കിനൊക്കെ സ്ട്രെസ് കുറയും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരെ നിൽക്കുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ആ ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയാകുന്നതും കഴുത്തിന് നല്ലതല്ല. ഇതാണ് പോസ്റ്റർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യൂ. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. ബൈ.